ഹൃദയപൂർവ്വം സത്യനന്ദിക്കാട് ലാലേട്ടൻ കോംബോ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ എന്ന പ്രേക്ഷകന് അത് ഇഷ്ടപ്പെട്ടു. സ്ഫടികത്തിൽ പറഞ്ഞ പോലെ ഈ ഒരു സത്യനന്ദിക്കാടിൻ്റെ നെക്ലസ് മുക്കിക്കളയരുത്. സിനിമയുടെ കഥ അത് ശരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കഥ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. പക്ഷേ കയ്യിൽ നിന്ന് പോവാവുന്ന ഒരു കഥയുടെ ഒരു ട്രാക്കും കൂടിയാണ്. 2025 പല ടൈപ്പ് ലാലേട്ടനെ കണ്ടു. എമ്പുരാൻ ലാലേട്ടനെ കണ്ടു. ഖുറേഷി ലാലേട്ടനെ കണ്ടു. തുടരും സിനിമയിൽ ലാലേട്ടനെ കണ്ടു. ഈ സത്യനന്ദിക്കാട് മൂവിയിൽ നമ്മൾ എങ്ങനെയാണ് ലാലേട്ടൻ അല്ലെങ്കിൽ അതിലത്തെ നായകൻ ഉണ്ടാവുക, സെയിം അത്രേ ഉള്ളൂ. എന്താ അവൻ്റെ പേര്, സംഗീത് പ്രതാപ്. ഈ എൻ്റെ മോനെ നീ വേറെ ലെവലാണ് അറിയാ. കാരണം ലാലേട്ടനെ പോലെയുള്ള ഒരാളുടെ കൂടെ, അതായത് സീനിയർ ആക്ടറിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ സ്പേസ് കിട്ടുമ്പോൾ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇതാണ്. ഇവർ രണ്ടുപേരുടെ ലാലേട്ടൻ്റെയും നമ്മുടെ സംഗീതിൻ്റെയും കോംബോ തിയേറ്ററിൽ ഓളാക്കിയിട്ടുണ്ട്. ഓണം സീസണാണ്. ഓണത്തിന് വിത്ത് പിള്ളേരായിട്ട് പോവാം, മുതിർന്നവരായിട്ട് പോവാം. സത്യനന്ദിക്കാട് മൂവിയിൽ നിന്ന് എന്ത് കിട്ടുന്നോ അത് എനിക്ക് കിട്ടിയിട്ടുണ്ട്.